ഹലോ, ഇന്ന് നമുക്ക് ഈ ഫ്ലവർ തീമിൽ വന്ന സെൻറ്റാങ്കിൾ ആർട്ട് വരച്ച് നോക്കാം. അതിന് വേണ്ടി ഇവിടെ കോളം വരയ്ക്കുന്നുണ്ട്. എല്ലാ കോളങ്ങളും സെയിം അളവിൽ വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. എനിക്കിവിടെ സെയിം അളവിൽ വരച്ചെടുക്കാൻ നല്ല പാടുണ്ട്. ആദ്യം ഞാൻ പെൻസിൽ കൊണ്ടൊക്കെ കുറേ അളവൊക്കെ വരച്ചാണ് ലാസ്റ്റ് എനിക്കത് സക്സസ് ആയത്. ഇവിടം വരെയൊക്കെ കാര്യങ്ങളൊക്കെ വലിയ സ്മൂത്തായിട്ടൊക്കെ പോയി. പിന്നീടുള്ള കാര്യമാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ ആദ്യമൊക്കെ വരയ്ക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഓർത്തപ്പോഴാണ് ഈ കോളം ഫുള്ളും ഞാൻ തന്നെ വരക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. ഇത് ഇങ്ങനെ വരക്കണതിന് കുഴപ്പമില്ല, ഈ പിന്നീട് വരുന്ന ഈ ഫില്ലിംഗ് ആണ് എനിക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഓർക്കും ഈ ഫില്ലിംഗ് ഇല്ലാത്തൊക്കെ എടുക്കണമെന്ന്, പക്ഷേ ഫില്ലിംഗ് ഉള്ള മാത്രമേ എൻ്റെ കണ്ണിൽ പിടിക്കാറുള്ളൂ. ഈ ഫില്ലിംഗ് ഇല്ലാതെ ഇത് വരയ്ക്കാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഫില്ല് ചെയ്യണത് തന്നെ. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കോളം വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഞാനിത് ഇത്രയും വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത്രയും കോളം വേണ്ടായിരുന്നു എന്ന്. പിന്നെ കുഴപ്പമില്ല, കോളങ്ങൾ കൂടുമ്പോഴത്തേക്കും ഭംഗിയും കൂടി വരും. പക്ഷേ ഞാനിത് 2-3 ദിവസം കൊണ്ടാണ് എനിക്ക് തീർക്കാൻ പറ്റിയത്. നല്ല പാടുണ്ടായിരുന്നു. ഞാൻ രാത്രിയും പകലും ക്ലാസ്സിൽ പോകുമ്പോഴും ക്ലാസ്സിൽ ഇരുന്നൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഇത് തീർത്തിട്ടുള്ളത്. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് വരയ്ക്കാനായിട്ട്. ഇടയ്ക്ക് ജെല്ല് പെന്നായതുകൊണ്ട് താഴത്ത് വീഴുമ്പോഴത്തേക്കും അതിൻ്റെ മഷി വിട്ട് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പേന താഴത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ ഒരു പുതിയ പേന വാങ്ങിച്ചിട്ടാണ് ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വരക്കുമ്പോഴത്തേക്കും വിട്ട് പോണത് നമുക്ക് തന്നെ ഒരു പ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പുതിയ പേന വാങ്ങിച്ചിട്ടാണ് ബാക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഭംഗിയുള്ള കിട്ടിയെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.